നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. സംസ്ഥാനത്ത് 4600 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 4668 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ ഞായറാഴ്ച 328 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കോൾ കർഷകരുടെ ആവശ്യം പരിഗണിച്ച് ചിമ്മിനിയിൽ നിന്നും 7 ദിവസം കൂടി വെള്ളം കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോൾ നിലങ്ങളിലേക്ക് വെള്ളം തുറന്നുവിടുന്ന സ്ലൂയിസ് വാൽവിന്റെ തകരാർ ഇനിയും പരിഹരിക്കാത്തത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിന്റെ വർഷാചരണത്തിന് തുടക്കമായി. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക മാധ്യമ പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായ രഞ്ജിത്ത് മാധവന്റെ ഫോട്ടോ പ്രദർശനത്തിന് തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. ഒഴുകുന്ന ജലത്തിന്റെ നിഴലും വെളിച്ചവും ചേർന്നൊരുക്കുന്ന അമൂർത്ത ദൃശ്യങ്ങളടങ്ങിയ 40ഓളം ചിത്രങ്ങളാണ് ഹൈഡ്രാർട്ട് എന്ന പേരിൽ രഞ്ജിത്ത് ആസ്വാദകർക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴ കണ്ണൂർ സ്പെഷ്യൽ എക്സ്പ്രസിന് പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ജനുവരി 10 മുതൽ ആലപ്പുഴയിൽ നിന്നാണ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ ഉൽപാദന പ്ലാന്റ് സ്ഥാപിക്കുന്നു. കേന്ദ്ര സർക്കാർ നൽകിയ 1.5 കോടി രൂപ ഉപയോഗിച്ചാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. സംസ്ഥാനത്ത് 4600 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഞായറാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ 61 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4039 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 451 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 49 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4668 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഞായറാഴ്ച 47,291 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 9.73% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 25 മരണങ്ങൾ COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഞായറാഴ്ച ജില്ലകളിൽ രോഗം സ്ഥിരീകരിച്ചതിങ്ങനെ: എറണാകുളം 728, മലപ്പുറം 522, കോഴിക്കോട് 511, കോട്ടയം 408, പത്തനംതിട്ട 385, തൃശൂർ 328, കൊല്ലം 327, തിരുവനന്തപുരം 252, ആലപ്പുഴ 270, ഇടുക്കി 253, പാലക്കാട് 218, കണ്ണൂർ 179, വയനാട് 148, കാസർഗോഡ് 41 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. UK-യിൽ നിന്നും വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചിട്ടില്ല. അടുത്തിടെ UK-യിൽ നിന്നും വന്ന 37 പേർക്കാണ് ഇതുവരെ COVID-19 സ്ഥിരീകരിച്ചത്. ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി NIV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ 11 പേരുടെ ഫലം വന്നു. ഇതിൽ ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്താനായിട്ടില്ല. തൃശൂർ ജില്ലയിൽ ഞായറാഴ്ച 328 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 277 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഞായറാഴ്ച സമ്പർക്കം വഴി 320 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 3 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 2 പേർക്കും രോഗ ഉറവിടം അറിയാത്ത 3 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 26 പുരുഷന്മാരും 22 സ്ത്രീകളും 10 വയസ്സിന് താഴെ 8 ആൺകുട്ടികളും 7 പെൺകുട്ടികളുമുണ്ട്. 415 പേർ പുതിയതായി ചികിത്സയിൽ പ്രവേശിച്ചതിൽ 120 പേർ ആശുപത്രിയിലും 295 പേർ വീടുകളിലുമാണ്. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 5605 ആണ്. തൃശൂർ സ്വദേശികളായ 90 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 75,723 ആണ്. 69,576 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. കോൾ കർഷകരുടെ ആവശ്യം പരിഗണിച്ച് ചിമ്മിനിയിൽ നിന്നും 7 ദിവസം കൂടി കുറുമാലിപ്പുഴയിലേക്ക് വെള്ളം ഒഴുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ജലനിരപ്പ് സ്പിൽവേ ഷട്ടറുകളെക്കാൾ താഴ്ന്നതിനാൽ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കാനാവാത്ത സ്ഥിതിയായി. ഇതേ തുടർന്ന് ഞായറാഴ്ച ഷട്ടറുകൾ അടച്ചു. പ്രധാന സ്ലൂയിസ് വാൽവ് തകരാറിലായതിനാൽ KSEBയുടെ വൈദ്യുതോൽപാദന വാൽവിലൂടെയാണ് ഇപ്പോൾ വെള്ളം കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കുന്നത്. 0.6 ദശലക്ഷം ഘനമീറ്റർ വെള്ളം KSEB വാൽവിലൂടെ കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കുന്നുണ്ട്. കോൾ നിലങ്ങളിലേക്ക് വെള്ളം തുറന്നുവിടുന്ന സ്ലൂയിസ് വാൽവിന്റെ തകരാർ ഇനിയും പരിഹരിക്കാത്തത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. കർഷകരുടെ ആവശ്യത്തിന് പ്രതിദിനം 1 ദശലക്ഷം ഘനമീറ്റർ വീതം വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യത്തിലാണ് പകുതിയോളം വെള്ളം പുഴയിലേക്ക് ഒഴുക്കുന്നത്. ചിമ്മിനി ഡാമിൽ നിന്നും കൂടിയ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കണമെങ്കിൽ സ്ലൂയിസ് വാൽവ് തകരാർ പരിഹരിക്കണം. 1 മാസം മുൻപാണ് ചിമ്മിനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തകരാറിലായത്. ജലസേചന വകുപ്പിന്റെ മെക്കാനിക്കൽ വിഭാഗം പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ബയറിംഗ് ലഭിക്കുന്നതിലെ കാലതാമസമാണ് വാൽവ് തകരാർ പരിഹരിക്കാൻ വൈകുന്നത് എന്ന് മെക്കാനിക്കൽ വിഭാഗം പറയുന്നത്. അടുത്ത ബുധനാഴ്ചയോടെ വാൽവിലെ പ്രശ്നം പരിഹരിക്കാനായേക്കുമെന്നും ഇവർ പറയുന്നു.
അതേസമയം ഡാമിൽ 79.37% ജലസംഭരണമുള്ളതിനാൽ കർഷകരുടെ ആവശ്യങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിന്റെ വർഷാചരണത്തിന്റെ ഉദ്ഘാടനം അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ നിർവഹിച്ചു. റെക്ടർ ഫാദർ ജോബ് വടക്കൻ, സഹവികാരി ഫാദർ ആൻഡോ രായപ്പൻ എന്നിവർ സന്നിഹിതരായിരുന്നു. 2021 ഡിസംബർ 8 വരെയാണ് വർഷാചരണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി തീർത്ഥകേന്ദ്രവും സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും സെന്റ് ജോസഫ് ആശുപത്രിയും സെന്റ് പയസ് കോൺവെന്റും സംയുക്തമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ദത്തുകുടുംബം പദ്ധതി, ഡയാലിസിസ്, സാമ്പത്തിക സഹായം, പാലിയേറ്റീവ് കെയർ, ഹോം കെയർ, ചികിത്സ, വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, സഹായ പദ്ധതികൾ, മെഡിക്കൽ ക്യാമ്പ്, സ്ത്രീകൾക്ക് ഉപജീവനം പദ്ധതി, നിത്യരോഗികൾക്ക് മാസ കിറ്റ് വിതരണം തുടങ്ങി നിരവധി പദ്ധതികളാണ് വർഷാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. നിരവധി പേർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികൾ വർഷാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ടെന്ന് റെക്ടർ ഫാദർ ജോബ് വടക്കൻ, സഹവികാരി ഫാദർ ആൻഡോ രായപ്പൻ, ട്രസ്റ്റിമാരായ ഡേവിസ് കുരിശ്ശേരി, വിൽസൺ മൊയലൻ, ഷിജോ ഞെരിഞ്ഞാമ്പിള്ളി, സാൻജോ കോഴിക്കുന്നിൽ, കൺവീനർ റോബിൻ കൊച്ചുപുരയ്ക്കൽ എന്നിവർ അറിയിച്ചു. സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മൗത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാകയെ വണങ്ങുന്നു. പ്രാദേശിക മാധ്യമ പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായ രഞ്ജിത്ത് മാധവന്റെ ഫോട്ടോ പ്രദർശനത്തിന് തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. ഒഴുകുന്ന ജലത്തിന്റെ നിഴലും വെളിച്ചവും ചേർന്നൊരുക്കുന്ന അമൂർത്ത ദൃശ്യങ്ങളടങ്ങിയ 40ഓളം ചിത്രങ്ങളാണ് ഹൈഡ്രാർട്ട് എന്ന പേരിൽ രഞ്ജിത്ത് ആസ്വാദകർക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ലളിതകലാ അക്കാദമി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ആക്രിലിക് പെയിന്റിംഗ് പോലെ സുന്ദരമാണ് രഞ്ജിത്ത് പകർത്തിയ ജലബിംബങ്ങളുടെയും അവയുടെ നിഴലുകളുടെയും കാഴ്ചകളെന്ന് അദ്ദേഹം പറഞ്ഞു. പലതരത്തിലുള്ള ദൃശ്യങ്ങളാണ് അദ്ദേഹം അതിൽ ആവിഷ്കരിച്ചത്. അതിൽ പ്രകൃതി ഉണ്ടായിരുന്നു, അതിൽ മനുഷ്യരുണ്ടായിരുന്നു, അതിൽ മണ്ണുണ്ടായിരുന്നു, അതിൽ പുഴകളും തോടുകളും ഒക്കെ ഉണ്ടായിരുന്നു, ആകാശമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ജീവിതത്തിന്റെ ഒരു ഭിന്ന പ്രകൃതിയായിട്ടുള്ള കേരളത്തിന്റെ പലതരം രൂപങ്ങൾ മുഴുവനും ആ ചിത്രത്തിലൂടെ, ആ ക്യാമറയിലൂടെ രഞ്ജിത്ത് ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ, ആ ചിത്രങ്ങളിലൂടെയൊക്കെ വന്നപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, ഈ ചിത്രങ്ങളൊന്നും നമ്മളെ കാണാനല്ല പ്രേരിപ്പിക്കുന്നത്. ഈ ചിത്രങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ചിത്രങ്ങൾ നാം കാണുകയല്ല ചെയ്യുന്നത്, ഈ ചിത്രങ്ങൾ നാം വായിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഓരോ ചിത്രങ്ങളിലും ഞാൻ വിചാരിക്കുന്നു അത് വളരെ ഫോട്ടോഗ്രാഫി മ്യൂസിയമായ ഫോട്ടോ മ്യൂസ് ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ വെബ്സൈറ്റിന്റെയും ഓൺലൈൻ എക്സിബിഷന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ വ്യത്യസ്തമായ രീതിയിൽ അമൂർത്ത ചിത്രങ്ങൾ എടുക്കുവാനും അത് മനോഹരമായി പ്രദർശിപ്പിക്കാനും രഞ്ജിത്തിന് കഴിഞ്ഞിട്ടുള്ളതായി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ മനോജ് കണ്ണൻ, മാധ്യമപ്രവർത്തക N സുസ്മിത, ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KK മധുസൂദനൻ, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൌൺസിൽ അംഗം KS സുനിൽകുമാർ, B ബിജു എന്നിവർ സംസാരിച്ചു. പ്രദർശനം ജനുവരി 9 വരെ നീണ്ടു നിൽക്കും. കലാകാരന്മാർക്കുണ്ടായത് അങ്ങനെ പ്രകൃതിയിൽ കാണുന്ന വരകളും രൂപങ്ങളും ടെക്സ്ചറുകളും പിന്നെ നിറങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വെളുപ്പ് മുതൽ കറുപ്പ് വരെയുള്ള ഒരു ഗ്രഡേഷനും എല്ലാം ഉപയോഗിച്ച് എങ്ങനെയാണ് അമൂർത്ത ഫോട്ടോഗ്രാഫുകൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ശ്രമം 1910 ശേഷം 1920കളോടെ യൂറോപ്പിലും മറ്റ് ആലപ്പുഴ കണ്ണൂർ സ്പെഷ്യൽ എക്സ്പ്രസിന് പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ജനുവരി 10 മുതൽ ആലപ്പുഴയിൽ നിന്നാണ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. ദിവസവും വൈകിട്ട് 5:08 പുതുക്കാട് സ്റ്റേഷനിൽ നിന്ന് കണ്ണൂരിലേക്കും രാവിലെ 10:07 എറണാകുളം ജംഗ്ഷൻ വഴി ആലപ്പുഴയിലേക്കുമാണ് സർവീസ്. പുതുക്കാട് നിന്ന് ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള എറണാകുളം ഭാഗത്തേക്ക് ട്രെയിൻ ഏറെ പ്രയോജനമാകുമെന്നാണ് സ്ഥിരം യാത്രക്കാരുടെ അനുമാനം. ഓൺലൈനായി IRCTCയുടെ വെബ്സൈറ്റോ മൊബൈൽ ആപ്പോ ഉപയോഗിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. സ്റ്റേഷനിൽ ടിക്കറ്റ് ലഭ്യമല്ല. നിലവിൽ രാവിലെ 6:05 കോട്ടയം വഴി കന്യാകുമാരിയിലേക്കും രാത്രി 7:24 ബാംഗ്ലൂരിലേക്കും സർവീസ് നടത്തുന്ന ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ആണ് പുതുക്കാട് സ്റ്റോപ്പുള്ളത്. സ്റ്റേഷനിൽ നിന്ന് റിസർവേഷൻ സമ്പ്രദായം ആരംഭിക്കുക, സ്ഥിരം യാത്രക്കാർക്കായി സീസൺ, അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടറുകളിൽ ലഭ്യമാക്കുക, ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങളാണ് പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ ഉൽപാദന പ്ലാന്റ് സ്ഥാപിക്കുന്നു.
കേന്ദ്ര സർക്കാർ നൽകിയ 1.5 കോടി രൂപ ഉപയോഗിച്ചാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ആശുപത്രിയിലേക്ക് ആവശ്യമായ ഓക്സിജൻ സ്വയം ഉൽപ്പാദിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഒരു ദിവസം ആശുപത്രിക്ക് ആവശ്യമുള്ള ശരാശരി 200 മുതൽ 300 യൂണിറ്റ് വരെ ഓക്സിജൻ പുതിയ പ്ലാന്റിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി 1 മാസത്തിനകം പ്രവർത്തന സജ്ജമാക്കാനാണ് ലക്ഷ്യം. മെഡിക്കൽ കോളേജിൽ നടപ്പിലാക്കുന്ന പ്രാണ പദ്ധതിക്കും പ്ലാന്റ് സഹായകരമാകും. കോവിഡ് രോഗികൾക്ക് വേണ്ട ഓക്സിജൻ ലഭ്യമാക്കുന്നതിന് മെഡിക്കൽ കോളേജ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പ്രാണ എയർ ഫോർ കെയർ പദ്ധതി. തൃശൂർ മെഡിക്കൽ കോളേജിന് പുറമെ കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ മെഡിക്കൽ കോളേജുകളിലും ഓക്സിജൻ ഉൽപ്പാദന പ്ലാന്റ് സ്ഥാപിക്കും. ലോക്ഡൌണിൽ കുടുങ്ങി കീമോതെറാപ്പിക്കായി യാത്രാ സഹായം തേടിയ ഓമനയ്ക്കും കുടുംബത്തിനും അഗ്നിരക്ഷാസേന സമ്മാനിക്കുന്നത് സ്വന്തമായൊരു വീടും സ്ഥലവും. ലോക്ഡൌൺ സമയത്ത് ക്യാൻസർ ബാധിതയായ ഓമനയ്ക്ക് കീമോതെറാപ്പി ചെയ്യുന്നതിന് പാറളത്ത് നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് വരെ പോകുന്നതിനായി വാഹനങ്ങൾ ലഭ്യമാകാതായപ്പോഴാണ് ഓമനയും കുടുംബവും ഫയർഫോഴ്സിന്റെ സഹായം തേടിയത്. ഉടനെ 15 ദിവസത്തെ ആശുപത്രി യാത്രയ്ക്കായി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ KL എഡ്വേർഡ്, സീനിയർ ഓഫീസർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോൾ ഡേവിഡ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നിതിൽ വിൻസെന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ ആംബുലൻസ് യാത്ര സജ്ജമാക്കുകയായിരുന്നു. തുടർച്ചയായി കീമോ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനെത്തിയിരുന്ന ഉദ്യോഗസ്ഥർക്ക് വാടക നൽകാനില്ലാതെയും ചികിത്സയ്ക്ക് പണമില്ലാതെയും ദുരിതമനുഭവിച്ചിരുന്ന നിർധനരായ ഓമനയുടെയും കുടുംബത്തിന്റെയും ദുരിതാവസ്ഥ മനസ്സിലാക്കിയാണ് അഗ്നിരക്ഷാസേനയുടെ ഇടപെടൽ. തുടർന്ന് കേരള ഫയർ സർവീസ് ഡ്രൈവേഴ്സ് ആൻഡ് മെക്കാനിക് അസോസിയേഷൻ തൃശൂർ വിഭാഗം കമ്മിറ്റി ഓമനയ്ക്കും കുടുംബത്തിനും വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചു. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ PA ലാസർ പാറളത്ത് തന്നെയുള്ള തന്റെ സ്ഥലത്തു നിന്നും 3 സെന്റ് സ്ഥലം വീട് വയ്ക്കുന്നതിനായി വിട്ടു നൽകാൻ തയ്യാറായി. 500 ചതുരശ്ര അടിയുള്ള വീടാണ് ഓമനയ്ക്ക് നിർമ്മിച്ചു നൽകുന്നത്. 2011 വൈദ്യുത ലൈനിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിനോദ് കുമാറിന്റെ 10ാമത് അനുസ്മരണ ദിനത്തോടനുബന്ധിച്ചാണ് അസോസിയേഷൻ ഇവർക്ക് വീട് വെച്ച് നൽകുന്നത്. വീടിന്റെ ശിലാസ്ഥാപനം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ നിർവഹിക്കും. ഗീതാ ഗോപി MLA അധ്യക്ഷയായിരിക്കും. അടയിരിക്കാനും മുട്ടകൾ കൊത്തി വിരിയിക്കാനും താറാവിനെ കിട്ടില്ല എന്നത് പഴങ്കഥ. മുട്ടയിടുന്ന താറാവിന് അടയിരുന്ന് ആ മുട്ടകൾ കൊത്തി താറാവ് കുഞ്ഞുങ്ങളെ വിരിയിച്ചാൽ എന്തേ എന്ന ചോദ്യം പറപ്പൂക്കര നെടുമ്പാളിലെത്തി ആരും ചോദിക്കരുത്. കറുത്തപറമ്പിൽ അയ്യപ്പൻകുട്ടിയുടെ താറാവ് അടയിരുന്ന് 4 കുഞ്ഞുങ്ങളെ കൊത്തി വിരിയിച്ചു. 7 മുട്ടകൾ കൂടി കൊത്തി വിരിയിക്കാനുണ്ട്. കൗതുകം നിറഞ്ഞ അയ്യപ്പൻകുട്ടിയുടെ താറാവിന്റെ വിശേഷങ്ങൾ തിരക്കി നിരവധി ആളുകളാണ് വീട്ടിലെത്തുന്നത്. 2 തലമുറയായി അയ്യപ്പൻകുട്ടിയുടെ കുടുംബം താറാവ് കൃഷി നടത്തുന്നുണ്ട്. ഇപ്പോഴും 100ഓളം താറാവുകളെ വളർത്തുന്നുണ്ട്. താറാവ് തന്നെ അടയിരുന്ന് താറാവ് കുഞ്ഞുങ്ങളെ കൊത്തി വിരിയിക്കുന്നത് തന്റെ അനുഭവത്തിൽ ആദ്യമാണെന്ന് അയ്യപ്പൻകുട്ടി പറയുന്നു. ഇപ്പോഴും കൊത്തിവിരിഞ്ഞ താറാവ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിലും ശ്രദ്ധ വിരിയാത്ത മറ്റു മുട്ടകളെ അടയിരിക്കുന്നതിലാണ്. കൊത്തിവിരിഞ്ഞ കുഞ്ഞുങ്ങളെ കണ്ടാൽ സഹോദരങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണെന്ന് നമുക്കും തോന്നിപ്പോകും. സാധാരണയായി താറാവുകൾ ഇടുന്ന മുട്ടകൾ കോഴികളെ കൊണ്ടാണ് അടയിരിപ്പിക്കലും കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ കൊത്തുകയും ചെയ്യാറുള്ളത്. ഇതിന് വിപരീതമായി താറാവ് തന്നെ അടയിരുന്ന് കൊത്തുന്നതിലെ കൗതുകമാണ് പരിസരവാസികൾക്ക്. ഈ മുട്ട ഞങ്ങൾ പൊരുന്തം വെച്ച് കഴിഞ്ഞ് 40 ദിവസമായി. ഇപ്പം അതിനിടയ്ക്ക് ആ 4 കുഞ്ഞിനെ കൊത്തി വിടർന്നുണ്ട്. ഇനി അതിൽ മുട്ട കൊത്താനുണ്ട്. അങ്ങനെ ഈ താറാവ് ഇതിൻ്റെ അടുത്ത് പോണില്ല, ഇതിൽ തന്നെ ഇരിപ്പാ. അപ്പോൾ ഇതിക്ക് മുന്നേ താറാവ് കൃഷി ആയിരുന്നു ഞങ്ങളുടെ അച്ഛന്. അങ്ങനെ ഞങ്ങൾ മുട്ട വെച്ച് കോഴി ഇരുന്നാണ് കൊത്താറ്. ഈ പ്രാവശ്യം ഇപ്പോൾ കോഴിയല്ല, ഈ താറാവ് തന്നെ അത് കൊത്തി വിരിഞ്ഞ് 4 കുഞ്ഞായി. ഇനി ഇന്നത്തെ കാലാവസ്ഥ. കാലാവസ്ഥ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിവാഹം, ജന്മദിനം, പേരിടൽ തുടങ്ങി ഏതവസരങ്ങളിലേക്കുമുള്ള പൊലിമ കൂടിയ പണിക്കൂലി കുറഞ്ഞ പ്രസന്റേഷൻ ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷൻ. അക്കര ജ്വല്ലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ, ഒല്ലൂർ ആൻഡ് കുരിയച്ചിറ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. വൈദ്യുത ബില്ലുകൾ കുടിശ്ശിക വരുത്തിയവർക്കെതിരെ KSEB നടപടികൾ തുടങ്ങി. ഡിസംബർ 31-നകം കുടിശ്ശികകൾ തീർക്കണമെന്ന് KSEB മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ കുടിശ്ശികയുള്ളവർക്ക് നോട്ടീസ് നൽകിയെങ്കിലും അടുത്ത ദിവസങ്ങളിൽ കണക്ഷൻ വിച്ഛേദിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ മേരിമാത സ്കൂളിൽ നടത്തിയിരുന്ന ആന്റിജൻ RT-PCR പരിശോധനാ ക്യാമ്പുകൾ തിങ്കളാഴ്ച മുതൽ പുതുക്കാട് സെന്റ് ആന്റണീസ് സ്കൂളിലേക്ക് മാറ്റിയതായി ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. പരിശോധനയ്ക്കായി വരുന്നവരുടെ വാഹനങ്ങൾ പള്ളിയുടെ പടിഞ്ഞാറെ മുറ്റത്ത് പാർക്ക് ചെയ്യണം. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് ക്യാമ്പ് ദിവസങ്ങളിൽ രാവിലെ 9:30 മുൻപ് എത്തുന്നവർക്ക് മാത്രമേ പരിശോധനയിൽ പങ്കെടുക്കുവാൻ കഴിയൂവെന്ന് അധികൃതർ അറിയിച്ചു.
കോവിഡ് വ്യാപനം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി KSEB പറപ്പൂക്കര സെക്ഷന്റെ കീഴിൽ സേവനം ഇനി വീടുകളിലേക്ക്. പുതിയ കണക്ഷൻ, കണക്റ്റഡ് ലോഡ് മാറ്റം, താരിഫ് മാറ്റം, ഉടമസ്ഥാവകാശ മാറ്റം, മീറ്റർ ബോർഡ് മാറ്റി സ്ഥാപിക്കൽ തുടങ്ങിയ സേവനങ്ങൾക്കായി ജനുവരി 4 മുതൽ 9496009532 എന്ന നമ്പറിൽ വിളിച്ചോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4690 രൂപയും പവന് 37,520 രൂപയും രേഖപ്പെടുത്തി. അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. സംസ്ഥാനത്ത് 4600 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 4668 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ ഞായറാഴ്ച 328 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കോൾ കർഷകരുടെ ആവശ്യം പരിഗണിച്ച് ചിമ്മിനിയിൽ നിന്നും 7 ദിവസം കൂടി വെള്ളം കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോൾ നിലങ്ങളിലേക്ക് വെള്ളം തുറന്നുവിടുന്ന സ്ലൂയിസ് വാൽവിന്റെ തകരാർ ഇനിയും പരിഹരിക്കാത്തത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ വർഷാചരണത്തിന് തുടക്കമായി. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക മാധ്യമ പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായ രഞ്ജിത്ത് മാധവന്റെ ഫോട്ടോ പ്രദർശനത്തിന് തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. ഒഴുകുന്ന ജലത്തിന്റെ നിഴലും വെളിച്ചവും ചേർന്നൊരുക്കുന്ന അമൂർത്ത ദൃശ്യങ്ങളടങ്ങിയ 40ഓളം ചിത്രങ്ങളാണ് ഹൈഡ്രാർട്ട് എന്ന പേരിൽ രഞ്ജിത്ത് ആസ്വാദകർക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴ കണ്ണൂർ സ്പെഷ്യൽ എക്സ്പ്രസിന് പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ജനുവരി 10 മുതൽ ആലപ്പുഴയിൽ നിന്നാണ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ ഉൽപാദന പ്ലാന്റ് സ്ഥാപിക്കുന്നു. കേന്ദ്ര സർക്കാർ നൽകിയ 1.5 കോടി രൂപ ഉപയോഗിച്ചാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്.